ഒരിക്കൽ ഒരു മനുഷ്യൻ യാത്ര പോകുകയായിരുന്നു. നടന്നു നടന്ന് അവനു വളരെയധികം ക്ഷീണിച്ചു. ദാഹിച്ചു വലഞ്ഞ അയാൾ വെള്ളത്തിന് കുറേ അന്വേഷിച്ചു. അവസാനം ഒരു കിണർ കണ്ടു. അൽഹംദുലില്ലാ, ഒരു കിണറല്ലേ അത്? അയാൾ സന്തോഷത്തോടെ ആ കിണറിനടുത്തേക്ക് ചെന്നു. പക്ഷേ വെള്ളം കോരാൻ അവിടെ തൊട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആകെ വിഷമിച്ചു. ഇതിൽ നിന്ന് എങ്ങനെ വെള്ളമെടുക്കും? തൊട്ടിയൊന്നുമില്ലല്ലോ. ദാഹം സഹിക്കാൻ വയ്യാതെ അയാൾ കിണറിലിറങ്ങി വെള്ളം കുടിച്ചു. ദാഹം തീർത്തയാൾ കിണറിന് മുകളിലേക്ക് കയറി. അപ്പോഴാണ് ദാഹിച്ചു വലഞ്ഞ നായ അവിടേക്ക് വന്നത്. ദാഹം കൊണ്ട് നായ മണ്ണ് കപ്പുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, തൊട്ടുമുമ്പ് എനിക്കു വന്ന അവസ്ഥയാണ് ഈ നായ്ക്കുള്ളത്. ഞാൻ കിണറിലിറങ്ങി വെള്ളം കുടിച്ചു. പക്ഷെ ഇതിനെങ്ങനെയാണ് വെള്ളം കിട്ടുക? അയാൾ ഉടനെ തന്നെ കിണറിലിറങ്ങി തന്റെ ഷോക്സ് ഊരി അതിൽ വെള്ളം നിറച്ചു. എന്നിട്ട് വായ കൊണ്ടത് കടിച്ചുപിടിച്ച് കിണറിന്റെ മുകളിലേക്ക് കയറി. പിന്നീട് ആ നായയുടെ വായിലേക്ക് വെള്ളമൊഴിച്ചുകൊടുത്തു. അങ്ങനെ ആ മനുഷ്യൻ നായയുടെ ദാഹം തീർത്തുകൊടുത്തു. ഇത് കാരണമായി അല്ലാഹു ആ മനുഷ്യന്റെ പാപങ്ങളെല്ലാം പൊറുത്തു. അയാൾക്ക് അല്ലാഹു സ്വർഗം കൊടുത്തു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് സഹജീവികളോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളോട് കരുണ കാണിച്ചാൽ അല്ലാഹു നമ്മോടും കരുണ കാണിക്കും. കുട്ടികളെ, കണ്ടോ, ഒരൊറ്റ ദയയായ പ്രവൃത്തിയാൽ പോലും അല്ലാഹുവിന്റെ മഹത്വമുള്ള കരുണയും പ്രതിഫലവും നമുക്ക് ലഭിക്കാമെന്ന്. നമ്മളും നിത്യജീവിതത്തിൽ സഹജീവികളോടും പ്രകൃതിയോടും കരുണയും കൃത്യബോധവും പുലർത്തണം. ഇനിയും ഇത്തരം മനസ്സിലേക്ക് നടന്നു കയറുന്ന കഥകൾക്കായി അംബജ് വേൾഡിന്റെ കൂടെ തുടരൂ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിൽ കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് പുതിയ കഥകൾ കൊണ്ടുവരാനുള്ള പ്രചോദനം. ബൈ.